കേന്ദ്ര സർക്കാരിനെ പിടിച്ചുലച്ച് ബി ജെ പിയുടെ ഉറക്കം കെടുത്തി രാജ്യ തലസ്ഥാനത്ത് സി ജെ പിയുടെ ജന്തർ മന്ദറിലും രാജ്യ തലസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായി സി ജെ പി നടത്തുന്ന സമര പ്രക്ഷോഭ പരിപാടികൾ തുടരുകയാണ്. പാർലമെൻറ്റിനകത്താണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ തോതിലുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. പുറത്ത് ജന്തർ മന്ദറിൽ രാപ്പകൽ സമരമാണ് സി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിനേന എന്നോണം കൂടുതൽ വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിയല്ലാതെ മറ്റൊരു ഡിമാൻഡിനും ഞങ്ങളില്ല എന്ന കൃത്യമായ നിലപാട് സി ജെ പി വ്യക്തമാക്കിയിരിക്കുന്നു. ഒടുക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൗനം വിടേണ്ടി വന്നിരിക്കുന്നു. ആരൊക്കെയാണോ ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റവാളികൾ അവരെയൊക്കെ ശിക്ഷിക്കുമെന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ രാജി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അപ്പോൾ ഈ വലിയ സമരവേലിയേറ്റത്തിൽ എങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയില്ലാതെ അതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. നമ്മൾ ആദ്യം സംസാരിക്കുന്നതാണ് അജിംസ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ സമരവേലിയേറ്റത്തിന് വേദിയാവുകയാണ് ഡൽഹി. അപ്പോൾ ഇനി എങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയില്ലാതെ ഏതെങ്കിലും നിലയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണോ കേന്ദ്രം ഉള്ളത്? ഇപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ ഒരു പ്രശ്നം അത് ഭയങ്കര ഈഗോയിസ്റ്റിക് ആണെന്നുള്ളതാണ്. ഇത്തരമുള്ള ഒരു കാര്യങ്ങളിൽ അവർ വഴങ്ങാറില്ല. ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റിൻ്റെ പേരിൽ അവരെന്തെങ്കിലും ഒരു തീരുമാനം മാറ്റിവെക്കുകയോ അവരെടുത്തൊരു തീരുമാനം വേണ്ട എന്ന് വയ്ക്കുകയോ ചെയ്യാറില്ല. അത് ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങളുടെ എല്ലാം ഒരു പൊതു സ്വഭാവമാണ്. അപ്പോൾ ഒന്ന് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് മോദിയെ സംബന്ധിച്ച്. വേണേൽ ഒരു വകുപ്പ് മാറ്റി കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. റീഷഫ്ലിംഗ് നടത്തുക, ധർമ്മേന്ദ്ര പ്രധാനെ വേറൊരു വകുപ്പിലേക്ക് മാറ്റുക, അങ്ങനെയൊക്കെ ഒതുക്കാൻ നോക്കാം. പക്ഷേ അതുപോലും ചെയ്യാൻ പറ്റാത്ത വിധം ഈഗോയിസ്റ്റിക്കാണ് മോദിയുടെ സർക്കാരും RSSും BJPയും എല്ലാം. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ആ ഈഗോ എന്തുകൊണ്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു റീഷഫ്ലിംഗ് വഴി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാൻ പോലും തയ്യാറാത്തവൻ്റെ ഒരു കാരണം ഈ സമരം സീരിയസ് ആണ്. നമ്മളിതുവരെ കണ്ട സമരം പോലെയല്ല എന്നുള്ളത് മോദിക്കും കൂട്ടർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു സമരമാണ്. നമ്മൾ കാണുന്ന വിഷ്വൽസിലും റീലിലൊക്കെ അൺസീരിയസ് ആണ് ആ പിള്ളേരെങ്കിലും ഇത് വളരെ സീരിയസ് സമരമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡിൻ്റെ പുറത്ത് ഒരു റീഷഫ്ലിംഗ് നടത്തുകയോ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള സമരങ്ങൾ വരും. നാളെ വരാൻ പോകുന്ന സമരം E20 പെട്രോളിനെ പറ്റിയായിരിക്കും. നിതിൻ ഗഡ്കരിയെ മാറ്റണം എന്ന് പറഞ്ഞൊരു സമരം വരും. മറ്റന്നാൾ മോദി തന്നെ മാറണം എന്ന് പറഞ്ഞ സമരം വരും. അപ്പോൾ ഇതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ളൊരു ഈഗോ അവർക്കുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് അവരിപ്പോഴും ഉള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സമരത്തെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമരത്തെ എല്ലാവരും കുറച്ച് കണ്ടു. അത് മോദി ഭരണകൂടവും കുറച്ച് കണ്ടു, നമ്മളുൾപ്പെടെ കുറച്ച് കണ്ടു. നമ്മളുൾപ്പെടെ ഇതിനൊരു ഓൺലൈൻ ഫിനോമിനാണ്. ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെയാണ് വിചാരിച്ചത്. ഇതൊരു ഓൺലൈൻ ഫിനോമിനാവുള്ളൂ. ഇത് ഓൺ ഗ്രൗണ്ടിൽ അങ്ങനെ കാര്യമായ ചലനം സൃഷ്ടിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് തെറ്റാണെന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെട്ടൊരു സന്ദർഭമാണ് ഈ കഴിഞ്ഞ 48 മണിക്കൂർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാരണം CJP എന്ന് പറയുന്ന ഓൺലൈൻ സറ്റയർ, അതിന് ഒരു ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് ചിലപ്പോൾ അതൊരു തമാശ കണ്ടൻറ് എന്ന നിലയിൽ പിള്ളേർ ഫോളോ ചെയ്യുന്നതായിരിക്കാം. എക്സിൽ അത്രയും കണ്ടൻറ്റിന് ഫോളോവേഴ്സ് ഉണ്ടാവുന്നു. ഇൻസ്റ്റാഗ്രാമിൽ അതിന് റീൽസിന് ഭയങ്കര ട്രാക്ഷൻ കിട്ടുന്നു. അതിനൊരു സറ്റയർ സ്വഭാവമുള്ളതുകൊണ്ട് കുട്ടികൾ അത് ഫോളോ ചെയ്യുന്നതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ജന്തർ മന്ദറിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, മില്ലേനിയൽസ് എന്ന് പറയുന്ന നമ്മളെക്കാൾ പൊളിറ്റിക്കലാണ്. അവർ സീരിയസ്ലി പൊളിറ്റിക്കലാണ്. അത്രയും ശക്തമായ പൊളിറ്റിക്കലി ചിന്തിക്കുന്ന ഒരു തലമുറയാണ് അത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായ ഇമോഷണൽ ഫീലാണ് എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളാണ് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് എനിക്കുള്ള ഒരു ഹോപ്പ് ഉണ്ടല്ലോ, ഹോപ്പ് വളരെ വർദ്ധിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ 2014 മുതൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥയിൽ എനിക്ക് ഭയങ്കരമായൊരു പൊളിറ്റിക്കൽ ഡിപ്രഷനുള്ളതാണ് വ്യക്തിപരമായി. എൻ്റെ ലൈഫിൽ വളരെ മോശപ്പെട്ടൊരു കാലമെന്ന് ഞാൻ രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ 12 വർഷമാണ്. എന്നിരിക്കെ തന്നെ എനിക്കിപ്പോൾ ഞാൻ സീരിയസ്ലി ആം ഇമോഷണൽ. എനിക്ക് വല്ലാത്തൊരു ഹോപ്പ് വരികയാണ് ഇത് കാണുമ്പോൾ. ഇത് ഏതെങ്കിലും തരത്തിൽ നാളെ ഈ രാജ്യത്തെ മാറ്റിമറിക്കും, രാജ്യത്തിൻ്റെ സ്വഭാവം മാറ്റിമറിക്കും എന്നുള്ള പ്രതീക്ഷയല്ലാതെ. കാരണം ഇത് ചോദ്യം ചെയ്യാൻ നമ്മുടെ ജനറേഷനിൽപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ ഒരു 12 വർഷം, ഒരു വ്യാഴവട്ടക്കാലം ഈ ഭരണകൂടത്തിൻ്റെ ഒരു തരത്തിലുള്ള നടപടികളെയും ചോദ്യം ചെയ്യാനോ തിരുത്തിക്കാനോ കഴിയാത്തൊരു ജനറേഷനാണ് നമ്മൾ. ആ ജനറേഷനെ ഞാൻ വിശേഷിപ്പിക്കുക വാട്സപ്പ് ജനറേഷൻ എന്നാണ്. കാരണം വാട്സപ്പിലും ഫേസ്ബുക്കിലും അഭിനമിക്കുന്ന ഒരു ജനറേഷന് അത് കഴിയാത്തപ്പോൾ ഇൻസ്റ്റാഗ്രാം ജനറേഷൻ അത് കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മാറ്റം, മോദി വരുന്നതിന് 1 വർഷം മുമ്പാണ് വാട്സപ്പ് ഫേസ്ബുക്ക് അക്വയർ ചെയ്യുന്നത്. 1 വർഷം മുമ്പ്. അപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും കൂടിച്ചേർന്ന ഒരു എക്കോസിസ്റ്റം എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചെന്നുള്ളത് ഇനിയും പഠിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഹെയ്റ്റ് സ്പീച്ചിന് ഇത്ര റീച്ച് ഉണ്ടായത്,
ആ സമയത്ത് തന്നെയാണ് ജിയോയുടെ ജിയോയുടെ വരും. അത് 2016 അതെങ്ങനെയാണ് ആക്സിലറേറ്റ് ചെയ്തത്? അപ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഇന്ത്യയെ പുനഃസൃഷ്ടിച്ചത് എന്നുള്ളത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അവിടെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2019 ടിക്ടോക്ക് നിരോധിക്കുന്നത്. ടിക്ടോക്ക് നിരോധിച്ച് 2020 ആകുമ്പോഴേക്കാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് പ്രചാരം നേടുന്നത്, പ്രത്യേകിച്ചും ജെൻസിക്കിടയിൽ അല്ലെങ്കിൽ പുതിയ കുട്ടികൾക്കിടയിൽ. അപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാം ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർ അവിടെ റീല് കണ്ട് സമയം കളയുന്നവർ എന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. എല്ലാവരും എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ മില്ലേനിയൽസ് ധരിക്കുന്നത് അവർ റീല് കണ്ട് സമയം കളയുന്നവരാണ്. അവർ സീരിയസ് ആളുകളല്ല, അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല, അവർക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഞാൻ എൻ്റെ ധാരണ അങ്ങനെ രാഷ്ട്രീയമില്ലാത്ത ആളുകളല്ല പുതിയ ജനറേഷൻ എന്നുള്ളത് ഞാൻ മാറ്റിയത് എൻ്റെ മക്കളോട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ്. അവർ രാഷ്ട്രീയം കൺസ്യൂം ചെയ്യുന്നത് ഇൻസ്റ്റയെന്നാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാൻ ഇൻസ്റ്റയിൽ സജീവമാവുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. അവർ രാഷ്ട്രീയം കൺസ്യൂം ചെയ്യുന്നത് ഇൻസ്റ്റയിൽ നിന്നാണ് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇൻസ്റ്റ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട മാറ്റം ഫേസ്ബുക്കും വാട്സപ്പും BJP IT സെല്ലിനെയും RSSൻ്റെ പ്രൊപ്പഗൻഡയും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്കിദാസ് എന്നു പേരുള്ള ഫേസ്ബുക്കിൻ്റെ മേധാവി എങ്ങനെയാണ് BJPയുമായി കൊളൈഡ് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ അവരെ സഹായിച്ചതെന്നുള്ള വാർത്തകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഇൻസ്റ്റ വന്നു കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റയെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാൻ, ഇപ്പോൾ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാനുള്ള നിരവധി നിയമങ്ങൾ, ഇപ്പോൾ ഒരു മാസം പോലും ഒരു പുതിയ റൂൾ പുറത്തു വന്നിരുന്നു. ഒരു കണ്ടൻറ്റ് സർക്കാർ ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ റിമൂവ് ചെയ്യണം. 3 മണിക്കൂറാണ് ഒരു പ്ലാറ്റ്ഫോമിനെ അനുവദിക്കുക. അപ്പോൾ ഇത്രയും ഹാർഡ് ലൈൻ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇൻസ്റ്റ തുറന്നു നോക്കിയാൽ കാണുന്നത് മുഴുവൻ ഭരണകൂട വിരുദ്ധ ഉണ്ടാകുന്ന കണ്ടൻറ്റുകളാണ്. എന്ന് മാത്രമല്ല BJP IT സെല്ലിനോ ഈ പറയുന്ന സംഘപരിവാർ എക്കോസിസ്റ്റത്തിനോ ആ ഭാഗത്തേക്ക് റീച്ച് ഉണ്ടാവുന്നില്ല. ഇൻസ്റ്റയിൽ ഇപ്പോൾ നമ്മുടെ അൽഗോരിതം തന്നെ നോക്കണ്ട, കണ്ടൻറ്റിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ തന്നെ ഭരണകൂട വിരുദ്ധ കണ്ടൻറ്റാണ് കൂടുതൽ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു നറേറ്റീവാണ് ഇൻസ്റ്റയിൽ കൂടുതൽ. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന ജെൻസി പിള്ളേർ വാട്സപ്പും ഫേസ്ബുക്കും ഉപേക്ഷിച്ചിരിക്കുന്നു. അവരുടെ മെസ്സഞ്ചർ ആപ്പ് വാട്സപ്പ് അല്ല, അവരുടെ മെസ്സഞ്ചർ ആപ്പ് സ്നാപ്ചാറ്റാണ്. അവർ പ്രധാനമായും സമയം ചെലവഴിക്കുന്നത് ഫേസ്ബുക്കിലല്ല, അവർ ഇൻസ്റ്റയിലാണ്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള കണ്ടൻറ്റ് ആണ് ഇൻസ്റ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. മെറ്റയെ സംബന്ധിച്ച് ഇന്ത്യയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടം ഫേസ്ബുക്ക് അല്ല, അവരുടെ പ്രധാനപ്പെട്ട കച്ചവടം നടക്കുന്ന ബിസിനസ് ഇൻസ്റ്റയിലാണ്. അപ്പോൾ അവർ ആ കച്ചവടം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ആൽഗോരിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഈ ഭരണകൂടം നേരിടുന്നത്. ഇത് യഥാർത്ഥത്തിൽ വാട്സപ്പ് ജനറേഷനും ഇൻസ്റ്റാ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം തെളിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദശാസന്ധിയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്. ഇത് തിരിച്ചറിയുന്നതിനും തടയുന്നതിനും മോദിക്ക് കഴിയാതെ പോയതാണ് ഇപ്പോൾ നമ്മൾ ജന്തർ മന്ദറിൽ കാണുന്നത്. മോദിയും സംഘപരിവാർ എക്കോസിസ്റ്റവും ഈ പറയുന്ന BJP IT സെല്ലുമൊക്കെ ഫേസ്ബുക്കിലും എക്സിലും അതുപോലെ വാട്സപ്പിലും ധാരാളമായി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവർ ഇഗ്നോർ ചെയ്തു. ഈ പുതിയ കുട്ടികൾ അവർ രാഷ്ട്രീയമല്ല കൺസ്യൂം ചെയ്യുന്നത്, അവർ വേറെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ തമാശ കാണാണ് റീലിൽ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ പറയുന്ന മില്ലനിയൽസിനേക്കാൾ ജെൻ എക്സിനേക്കാൾ ഒക്കെ രാഷ്ട്രീയമായ ഇൻഫർമേഷൻ അവർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കാണ് കൂടുതൽ ആക്സസ്, അവരാണ് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ജന്തർ മന്ദറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജന്തർ മന്ദറിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പൊളിറ്റിക്കൽ ക്ലാരിറ്റിയാണ്. അവരൊരു ഐഡിയോളജിക്കലി ഡ്രിവൺ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ മാർക്സിസ്റ്റുകാരാണെന്നോ അല്ലെങ്കിൽ അംബേദ്കറേറ്റുകളാണെന്നോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ ആളുകളാണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, അതൊന്നും അല്ല അവിടെ നമ്മൾ കാണുന്നത്. അവർ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരാണ്, അവർ ഭരണകൂടത്തിനെതിരാണ്, അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച് അവർ ആശങ്കാകുലരാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് തങ്ങൾക്ക് ഭാവിയില്ല എന്നവർ തിരിച്ചറിയുന്നു. ഈ ഭരണകൂടം തങ്ങളെ എന്ത് ചെയ്യുന്നു, തെറിവാക്ക് അവർ ഉപയോഗിച്ച് പറയുന്നു. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തെറി പറയുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല. ആ തെറിയെ രാഷ്ട്രീയായുധമായി തന്നെ അവർ ഉപയോഗിക്കുകയാണ്. അത് പ്രധാനമന്ത്രി ആയാലും ആരായാലും അവർക്ക് അത് ഉപയോഗിക്കുന്നതിനൊരു മടിയുമില്ല. രണ്ടാമത്തെ കാര്യം, ഭയം എന്ന് പറയുന്നത് അവരെ തൊട്ട് തീണ്ടിയിട്ടില്ല. അവരുടെ പേരൻസിൻ്റെ ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഭയമില്ല. ഒരു തരത്തിലും അവർ ഭരണകൂടത്തെ ഭയക്കുന്നില്ല. പോലീസ് ലാത്തി ഉപയോഗിച്ച് തല്ലുമ്പോൾ ഞങ്ങളെ തല്ലിക്കൊള്ളൂ എന്നാണ് പറയുന്നത്, ഇനിയും തല്ലൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഭയമില്ലാത്തൊരു ജനതയായി അവർ മാറിയിരിക്കുന്നു. മറ്റൊന്ന്, ഇവരെ സംബന്ധിച്ച് ഈ പറയുന്ന മറ്റേ നറേറ്റീവ്, സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട നറേറ്റീവ്, ഹിന്ദു മുസ്ലിം നറേറ്റീവ് അവരെ ബാധിക്കുന്നേയില്ല. അവരെ അത് ഒട്ടും ബാധിക്കുന്നേയില്ല. എന്ന് മാത്രമല്ല, ഈ ഇൻസ്റ്റാ റീൽസിൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ട്രെൻഡ് ചെയ്യുന്ന കാര്യം, ഞങ്ങൾ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ഞങ്ങൾ ക്വിറ്റ് ചെയ്യുകയാണ് എന്നൊരു പുതിയ ട്രെൻഡാണത്. ഞങ്ങൾ ഇനി ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, കാരണം അവിടെ നടക്കുന്ന ഈ പണിയാണ്, ഏത് ഹിന്ദു മുസ്ലിം നറേറ്റീവ് സൃഷ്ടിക്കുകയും ആ പരിപാടി ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടുള്ള കണ്ടന്റുകൾ ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നു. അപ്പോൾ ഇതൊരു വലിയ ഹോപ്പാണ്, ചെറിയ ഹോപ്പല്ല, വലിയ ഹോപ്പാണ്. അതിൻ്റെ കാരണം, നമ്മൾ അരാഷ്ട്രീയവാദികളെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ, അവർ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല, അവർ റീല് കാണുന്നവരാണ്, അവർ സമയം കളയുന്നവരാണ്,
അവർക്ക് നാടിനെക്കുറിച്ച് ആധിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന തലമുറ അവർ ഈ നാടിനെ തിരിച്ചു പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. പക്ഷേ അവരുടേതാണ് ഈ രാജ്യം. നമ്മളൊക്കെ നാളെ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ആളുകൾ മരിച്ചു പോകും. അവരുടേതാണ് രാജ്യം. ആ രാജ്യത്തെക്കുറിച്ച്, അവർ ജീവിക്കാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ച് എനിക്കിപ്പോൾ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇനിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി സർക്കാർ എന്ത് ചെയ്യുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷമസന്ധിയിൽ നിന്ന് സർക്കാർ എങ്ങനെ തടി വരും? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെപ്പിക്കുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും റീഷഫ്ലിംഗ് നടത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമോ? ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുമോ? അതല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട പതാകവാഹകരായ CJPയെ ഏതെങ്കിലും തരത്തിൽ കെണിയിലാക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ സോനം വാങ്ചുക്കും CJP തമ്മിൽ ചെറിയൊരു റിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. സോനം വാങ്ചുക്ക് എന്താണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ് ഒഴിവാക്കിക്കൊണ്ട് താൻ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് JP നഡ്ഡയോട് പറഞ്ഞു എന്നൊക്കെയാണ് വാർത്തകൾ. അപ്പോൾ അങ്ങനെ ഇവർക്കിടയിൽ റിഫ്റ്റ് ഉണ്ടായിക്കൊണ്ട് ഇത് പൊളിക്കാൻ നോക്കുമോ? ഇനി കോൺഗ്രസിൻ്റെ തലയിലേക്ക് സമരത്തിൻ്റെ പാപഭാരം ചുമത്തിക്കൊണ്ട് അതിനെ വേട്ടയാടുമോ? ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. എങ്ങനെ ഈ സമരത്തെ തകർക്കാമെന്നുള്ള കാര്യത്തിൽ അമിത്ഷായ്ക്കും മോദിക്കും ആരും ട്യൂഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അവർക്കറിയാം എങ്ങനെ ഒരു സമരം പൊളിക്കാമെന്നുള്ളത്. പക്ഷേ ആ സമരം പൊളിഞ്ഞാൽ പോലും ഞാനീ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ സമരം വിജയിച്ചില്ല എന്നിരിക്കട്ടെ, പരാജയപ്പെട്ടാൽ പോലും ഇനി തുടർ സമരങ്ങളുടെ ഒരു തുടക്കമാണിത്. ആ സമരം ഈ പുതിയ തലമുറ തന്നെ നടത്തും. അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സമരമായി മാറുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാഹിബ്, സമരത്തെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ BJP തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സാമ്പ്രദായിക പാർട്ടികളൊക്കെ ആണെങ്കിൽ എങ്ങനെ നേരിടണമെന്ന് BJPക്ക് അറിയാം. പക്ഷേ ഇതിപ്പോൾ ഇവരുടെ സങ്കേതങ്ങൾ സോഷ്യൽ മീഡിയയാണ്. അതനുസരിച്ച് ഇൻസ്റ്റാഗ്രാം പേജ് പൂട്ടുന്നു, ഇപ്പോൾ അവിടെ ഇൻ്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തുന്നു. ഇതുകൊണ്ടൊക്കെ ഈ സമരം നിയന്ത്രിക്കാൻ കഴിയും അല്ലെങ്കിൽ പൊളിക്കാൻ കഴിയും എന്ന വിശ്വാസം ഔഢ്യമാണോ? അല്ല, ഇങ്ങനെ ഭയങ്കരമായിട്ട് തലപുകഞ്ഞ് ആലോചിക്കുന്നു എനിക്ക് അഭിപ്രായമില്ല. BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തലപുകയേണ്ട കാര്യമില്ല. അവർക്ക് എല്ലാറ്റിനും ഒരു പ്ലേ ബുക്കാണുള്ളത്. മറ്റേ ജിഹാദി, പാകിസ്ഥാനി, വിദേശ ഫണ്ടിങ്, സ്ഥിരം പാറ്റേൺ, സ്ഥിരം പ്ലേ ബുക്ക്, ടൂൾ കിറ്റ്. പ്ലേ ബുക്ക് വലിച്ചു അതെ, അത് തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് നോക്കുന്നതെങ്കിൽ ഞാൻ സമരത്തെക്കുറിച്ച് അറിയാൻ അർണബ് ഗോസ്വാമിയുടെ ചാനലാണ് നോക്കുന്നത്. ഇന്നലെ പുള്ളിയുടെ #CJP ഗൂൺസ് എന്നായിരുന്നു. ഇപ്പോൾ ഒരു സാധനം കണ്ടു, ഷാഹീൻ ബാഗ് മോഡൽ പ്രൊട്ടസ്റ്റ് എന്നാണ്. CJP പ്രൊട്ടസ്റ്റ് ഒന്നുമല്ല, ഷാഹീൻ ബാഗ് മോഡൽ പ്രൊട്ടസ്റ്റ്. എന്തിനാണ് ഷാഹീൻ ബാഗ് മോഡൽ? അത് സ്പെസിഫിക് ആയിട്ട് അതെടുത്ത് കൊടുക്കുന്നത്. അതൊരു എന്താണ്, ഒരു സന്ദേശം കൊടുക്കുകയാണ് അതിന്. ഇത് ഷാഹീൻ ബാഗുകാരുടെ പരിപാടിയാണ്. നമ്മുടെ നാട്ടിലെ മറ്റേ അജിത് കുമാർ പറഞ്ഞില്ലേ ഷാഹീൻ ബാഗ്, അതെവിടെയാണെന്ന് അറിയാമല്ലോ. ഇതാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണെന്ന് തോന്നുന്നു അജിംസ അത് വന്നത്. അവർ റീല് വന്ന ഒരു ചെറുപ്പക്കാരനോട് ഒരു പത്രക്കാരൻ ജേർണലിസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിദേശ ഫണ്ട് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ പാകിസ്ഥാൻ 40 രൂപ, അതുകൊണ്ട് ഓട്ടോ കയറി. ഇനിയിപ്പോൾ അമേരിക്കയിൽ നിന്ന് 20 രൂപ കിട്ടും, അതുകൊണ്ട് ചായ പിടിക്കണം. പിന്നെ നേപ്പാളിൽ നിന്ന് കുറച്ച് പൈസ വരാനുണ്ട്. ഇങ്ങനെയാണ് ഇവരിതിനെ. അപ്പോൾ ഓക്കെ, ആ മറുപടി നമ്മുടെ ആദാമിൻ്റെ മകൻ അബുവിൽ സലീം കുമാറിനോട് ചോദിക്കുന്നുണ്ട്. സലീം കുമാറിന് ഹജ്ജിന് പോകുമ്പോൾ പിന്നെ സലീം കുമാറിനോട് ചോദിക്കുകയല്ല, ഈ ചായക്കടയിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുകയാണ്. ഇയാൾ എങ്ങനെയാണ് ഹജ്ജിന്, ഇയാൾക്ക് ഇവിടുന്നതിനൊക്കെ പൈസ. അപ്പോൾ സുരാജ് പറയുന്നുണ്ട്, പിടിയ കൊലയിൽ നിന്നിട്ട്, അത് ഒസാമ ബിൻ ലാദൻ മണിയോട് അയച്ചു തന്നു മിനിയാന്ന്. അപ്പോൾ അതേമാതിരിയാണ് ഇവരിതിനോട് പ്രതികരിക്കുന്നത്. ഈ റീലുകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഹിന്ദു മുസൽമാൻ രാജനീതി അതിന് നടക്കാൻ പോകുന്നില്ല. അത് കഴിഞ്ഞു. അത് മാത്രമാണ് ഇവരുടെ പ്ലേ ബുക്കിലുള്ളത്. ഈ പറയുന്ന ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കുക, പാകിസ്ഥാൻ എന്ന് പറയുക, അമേരിക്ക എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒക്കെ ഇത് വെച്ചിട്ട് ഒരു ഗ്രാഫിക്സ് ഞാൻ ഇതിൽ കണ്ടു, അർണബ് ഗോസ്വാമിയുടെ ചാനലിൽ. മൈ ഫ്രണ്ടല്ലേ ഇത്? അല്ല, അർണബ് ഗോസ്വാമിയോട് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ ചെന്ന് പറഞ്ഞു, ഓഫീസ് പോയി പറഞ്ഞിരുന്നു, പുള്ളി പറയരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കാണുന്നുണ്ട്, ആ മറ്റുള്ള ചില കാർഡുകൾ കാണുന്നുണ്ട്. അമേരിക്കയാണെന്ന് പറയാം, പാകിസ്ഥാനാണെന്ന് പറയാം. അമേരിക്കയാണെന്ന് പറഞ്ഞാൽ അത്ര കണ്ട് യേശുവില്ല, പാകിസ്ഥാൻ എന്നുള്ളത് തന്നെയാണ്. സെയിം പ്ലേ ബുക്കാണ് എടുക്കാൻ തോന്നുന്നു. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കേരളത്തിൽ നിന്ന് ഒരു ചങ്ങായി വയനാട്ടിൽ നിന്നൊരു കക്ഷി പോയിട്ട് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട് ഏതോ ചാനലിൽ. അതിലെന്തൊക്കെയോ അറബിയൊക്കെ പറയുന്നുണ്ട്. കണ്ടില്ലേ, അത് ഡെവലപ്പ് ചെയ്ത് അവിടെ പോയി ഈ ചങ്ങായി എന്തോ 2 മാസം അങ്ങനെ നമ്മുടെ അക്കാഡമിയിൽ പഠിച്ചു, മീഡിയ വൺ അക്കാഡമിയിൽ. ഇവിടെ എന്തോ ഷോർട്ട് ടേം കോഴ്സിന് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ പഠിപ്പിക്കുന്ന മാതിരി എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇവിടെ കുറച്ച് ദിവസം പഠിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ ബയോയിൽ ഇതുണ്ട്, മീഡിയ വൺ അക്കാഡമി. അത് വെച്ചിട്ട് മീഡിയ വണ്ണാണ് ഇതിൻ്റെ പിറകിൽ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സാധനം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തലപുകഞ്ഞൊന്നും ആലോചിക്കുന്നില്ല സൈബ്. ഇവരുടെ ആലോചന ഇത് തന്നെ വരുള്ളൂ. ഈ പറയുന്ന മറ്റവൻ ജിഹാദി, പാകിസ്ഥാനി, ഈ നെറേറ്റീവ് ഉണ്ടാക്കുക, അങ്ങനെ അതല്ലാത്ത ഒരു തന്ത്രവും ഇവരുടെ കയ്യിലില്ല.
പക്ഷേ അതേക്കുറിച്ചാണ് ഇവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. സമരക്കാർ ഏറ്റവും അധികം സംസാരിക്കുന്നത് അതേക്കുറിച്ചാണ്. നിങ്ങൾ ഈ റാം മന്ദിർ, ഹിന്ദു, മുസൽമാൻ ഇതൊക്കെ ഒന്ന് നിർത്ത്. മടുക്കില്ലേ മനുഷ്യർക്ക്? ഒരു 10 ഒരു ലേഡി ഒരു റീൽ ഞാൻ കണ്ടു. അതിൽ പറയുന്നത് വെച്ചാൽ പെഹലെ സിർഫ് ഹിന്ദു ഖത്രെ മേ ഥാ, അബ് ഹിന്ദുക്ക് ഗാഡിയും ബി ഖത്രെ മേ. E20 പെട്രോൾ വന്നപ്പോൾ നേരത്തെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്താ? ഹിന്ദു ഖത്രെ മേ. എല്ലാ ദിവസവും ഇത് തന്നെയാണ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പോലും അതിൽ സെൻട്രൽ തീം എന്താണ്? ഹിന്ദു ഖത്രെ മേ. ആര്? ഈ 56 ആൾ ഭരിക്കുന്ന ഇന്ത്യയിൽ, BJP ഭരിക്കുന്ന ഇന്ത്യയിൽ, RSS ഭരിക്കുന്ന ഇന്ത്യയിൽ ഇവർക്ക് എല്ലാ ദിവസവും പറയുന്നത് ഹിന്ദു ഖത്രെ മേ. അപ്പം ഹിന്ദു മാത്രമല്ല ഖത്രെ മേ ആയിരിക്കുന്നത്, ഹിന്ദുക്കളുടെ ഗാഡിയും ഖത്രെ മേ ആക്കിയിരിക്കുകയാണ് ഇവന്മാർ പെട്രോൾ കൊണ്ടുവന്നിട്ടെന്നുള്ളതാണ്. ഈ നിലക്ക് ഈ ഹിന്ദു മുസ്ലിം ഡിവൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനവിറ്റബിൾ ജിഹാദി എന്ന് പറയുന്ന ആ സംഗതി കൊണ്ടുവന്ന് പൊളിക്കാം എന്നത് മാത്രമേ ഇവരുടെ ആലോചനയുള്ളൂ. അത് നടക്കുന്നില്ല. പിന്നെ ഉള്ളത് അടിച്ചമർത്തുക എന്നുള്ളതാണ്. ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിരിക്കും അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവരടിക്കുന്നത് അവരുടെ തന്നെ കുഞ്ഞുങ്ങളെയാണ്. അടിക്കുന്നത്. അവരാണ് ഇതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ സമരം കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമുക്ക് 2019 സമരത്തിൻ്റെ പേരിലാണ് ഉമർ ഖാലിദ് ഇപ്പോഴും ജയിലിലാണ്, ഷർജിൽ ഇമാം ഇപ്പോഴും ജയിലിലാണ്. ഇവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് വേട്ടയാടുകയൊക്കെ ചെയ്യും, അതിലൊന്നും സംശയമില്ല. കാരണം ഈ പോലീസുകാർ ഉപയോഗിക്കുന്ന കണ്ണടയിൽ പോലും ക്യാമറ ഉണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്യാമറ ഘടിപ്പിച്ച കണ്ണടയും ധരിച്ചാണ് ഈ പോലീസുകാരവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം അവർ വലിയ തോതിലുള്ള ടെക്നോളജി, AI ടെക്നോളജി ഈ സർവിലൻസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം AI ക്യൂറേറ്റഡ് ടെക്നോളജി, സർവിലൻസ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു സമരരംഗം കൂടെയാണിത്. ടെക്നോളജി ആ ഡൊമൈനിലുള്ള ആളുകൾ അതേക്കുറിച്ച് സൂക്ഷ്മമായിട്ടുള്ള സംഗതികളൊക്കെ ചിത്രസഹിതം തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ ടൂൾസൊക്കെ ഉണ്ടല്ലോ, ടെക്നിക്സൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഇതിന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭരണകൂടത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തലമുറ സംസാരിക്കുന്നു. ഇതിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ നീറ്റ്, ഇപ്പോൾ BJPയുടെ ഹാൻഡിലുകൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇത് നീറ്റുമായി ബന്ധപ്പെട്ട സമരമല്ലേ? അതിലെന്താണ് ഈ ആസാദി മുദ്രാവാക്യം? എന്തോന്ന് ആസാദി നിങ്ങൾ പറയുന്നത്? അതിലെന്താണ് ഇത് ആർട്ടിക്കിൾ 370 അതിലെന്താണ് മറ്റേ കാര്യം, ഈ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് നീറ്റ് മാത്രമല്ല, ഇത് ഒരു ഔട്ട് ബേസ്റ്റാണ്. കുറേ കാലമായിട്ട് ഇതിങ്ങനെ വിങ്ങി നിൽക്കുമായിരുന്നു. ഈ ഭരണകൂടം അതിൻ്റെ മർദ്ദനോപാധികൾ ഉപയോഗിച്ചുകൊണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഈ സർവാധികാര പ്രമത്തമായിട്ടുള്ള ഈ ഏർപ്പാടിനെതിരായിട്ടുള്ള ഒരു വിങ്ങിപ്പൊട്ടലാണ്. അതുകൊണ്ടാണ് ഇവർ പോലീസിനോട് ഫൈറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ പോലീസിനേക്കാൾ കൂടുതൽ ഇവർ ചോദ്യം ചെയ്യുകയും ഇവർ ഫൈറ്റ് ചെയ്യുന്ന അവിടെ വരുന്ന ഈ ജേർണലിസ്റ്റുകളോടാണ്. ഈ ആജ് തക്കിൻ്റെയും ABVPയുടെയും വഷളാകുകയല്ലേ അവർ? ഈ ടെലിവിഷൻ സ്ക്രീനിൽ ഈ പറയുന്ന ആജ് തക്കിൻ്റെയും ABPയുടെയും ജി ന്യൂസിൻ്റെയും ഒക്കെ ടെലിവിഷൻ സ്ക്രീനിൽ ഗോദി മീഡിയ എന്ന് ഇങ്ങ് വന്ന് നിറയുകയാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. കാരണം ഇവർ ലൈവ് ചെയ്യുന്നിടത്തൊക്കെ ഇവർ പോയിട്ട് കൈകൊട്ടിപ്പാടാണ്, ഗോദി മീഡിയ ഹോയ് ഹോയ്, ഗോദി മീഡിയ ഹോയ് ഹോയ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ജേർണലിസ്റ്റ് അവർ വാറ്റുപഴപ്പിന് പണിയെടുക്കുകയാണ്, ശരിയാണ്. പക്ഷേ ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സംഗതിയില്ല മനുഷ്യർക്ക്. ഇവരൊക്കെ എന്തോന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇത്രയും കാലം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പാച്ച നുണ ജനങ്ങളോട് പറയായിരുന്നു. അത് നമുക്ക് ടെലിവിഷൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന, അല്ലെ ഈ നമ്മൾ വിചാരിക്കില്ലേ ഈ ടെലിവിഷൻ ചാനലുകൾ കൂടെ ചേർന്നിട്ട് നമ്മുടെ തലമുറയൊക്കെ ആകെ തെറ്റിദ്ധരിപ്പിച്ച് കളഞ്ഞു. ഇവർക്കൊരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നല്ലേ ഇപ്പോൾ മനസ്സിലാവുന്നത്. അവരത് കൺസ്യൂം ചെയ്യുന്നില്ലെന്ന്. ഇവർ പോകുന്നത് ഈ മൈക്കുമായിട്ട് ഇവർക്ക് നടക്കാൻ പറ്റുന്നില്ല. പോകുന്നിടത്തൊക്കെ ഈ പിള്ളേർ പിറകെ കൂടിയിട്ട് അവരെ വഷളാക്കുക, എന്താണ് ശരിക്കും വഷളാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ അതെന്താണ്? ഇന്നലെ എൻ്റെ കൂടെ പഠിച്ച ഒരുത്തിയെ ഇതുപോലെ ഗോദി മീഡിയ വിളിച്ച് അവള് കരഞ്ഞുകൊണ്ടാണ് പോയത്, റീലായി ചെയ്തിട്ട്. ശരിക്കും സങ്കടമാണ്. അവർ ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അത്രക്ക് മനുഷ്യർ വെറുത്തു പോയിരിക്കുന്നു. ഈ സംഘത്തെ, ഈ എക്കോസിസ്റ്റത്തെ തന്നെ വെറുത്തു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇത് എന്തുകൊണ്ട് സ്പോണ്ടാനിയസ് ആയിട്ട് വരികയാണ്. ഇത് നമ്മൾ ഡൽഹിയിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബോംബെയിൽ വലിയ രീതിയിൽ കുട്ടികൾ തെരുവിൽ ഇറങ്ങുന്നുണ്ട്, പാറ്റ്നയിൽ ഇറങ്ങുന്നുണ്ട്, ബീഹാറിൽ വലിയ തോതിൽ ഇറങ്ങുന്നുണ്ട്. അത് പിന്നെ ഒരുപക്ഷെ ഡൽഹിയിൽ ഉള്ളതിനേക്കാൾ എന്താ പറയുക അഗ്രസീവ് എന്ന് പറയാവുന്നതാണ് പാറ്റ്നയിലുള്ളത്. അപ്പോൾ അത് നമ്മൾ ഹിന്ദിക്കാരെ കുറിച്ച് വിചാരിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതിലും തെറ്റിപ്പോയിരിക്കുന്നു. എന്ത് മനോഹരമായ ഭാഷയാണ് ഇതെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ആ മുദ്രാവാക്യങ്ങൾക്ക് ഒരേ സമയം അങ്ങേയറ്റം സംഗീതാത്മകമാണ്, താളാത്മകമാണ്, ഹൈലി പൊളിറ്റിക്കലാണ്. മുദ്രാവാക്യം വിളിക്കാൻ പറ്റിയ ഭാഷയാണ്. യെസ്, അടിപൊളി ഇത് കവിതയാണോ മുദ്രാവാക്യമാണോ എന്നുപോലും മനസ്സിലാകാത്ത വിധം മനോഹരമായിട്ടുള്ള വരികൾ.
അതൊന്നും ആരെങ്കിലും എഴുതി സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പോണ്ടാനിറ്റി ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസിലൊക്കെ എന്തൊക്കെയാണ് എഴുതി കൊണ്ടുവരുന്നത് ഇവർ. ഇത്ര മനോഹരമായ വാക്കുകളാണ് എഴുതി വരുന്നത്. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇത് കാണുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഇതിൽ വളരെ കുറഞ്ഞ ശതമാനമാണല്ലോ റോട്ടിലേക്ക് വരുന്നുണ്ടാവുക. ഇത് ഈ നരേന്ദ്രമോദി, യോഗി അല്ലെങ്കിൽ അമിത്ഷാ ഇതൊക്കെ പറയുന്നത് അചോദ്യരായിട്ടുള്ള ആളുകളാണ്, ഇൻവിൻസിബിൾ ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെയല്ല. നമ്മുടെ ചെറുപ്പത്തിന് ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ അറിയാം. ഇവർ കാലാകാലം ഇവരെ നുണ പറഞ്ഞ്, അസത്യം പറഞ്ഞ്, വെറുപ്പ് പറഞ്ഞ്, മുസ്ലിം വിരുദ്ധത പറഞ്ഞ്, പാകിസ്ഥാൻ വിരുദ്ധത പറഞ്ഞ് ഇവരങ്ങ് അതൊക്കെ പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ആളുകൾ അടങ്ങിക്കോളും എന്ന് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അതല്ല. ഉത്തരേന്ത്യയിൽ ഹിന്ദി മുറുക്കാൻ ചവക്കുന്നവരും പാൻ ചവക്കുന്നവരും ഹിന്ദി സംസാരിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യർ അവരും ബുദ്ധിശേഷി, അവർ അങ്ങേയറ്റം പൊളിറ്റിക്കലായി. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് പല ആളുകളും പറഞ്ഞതുപോലെ ഹിന്ദിക്കാരും നല്ല രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. ഇത് ഈ ഹിന്ദി ഹെഡ്ലാൻഡിൽ ഇത് നടക്കുന്നു. ഹിന്ദിയിൽ മുദ്രാവാക്യം വിളിക്കുന്നു. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവർ ഹിന്ദിയിലാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. അപ്പോൾ രാജ്യത്തിന് ഏതായാലും ഇത് പുതിയ കാഴ്ചകളാണ്. എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ക്യാൻവാസിൽ നടക്കുന്ന ആദ്യത്തെ ജൻസി പ്രക്ഷോഭം എന്ന് പറയണം. അപ്പോൾ നമ്മൾ ഈ സമരപരിപാടികൾ, പ്രക്ഷോഭം എന്നൊക്കെ കേൾക്കുമ്പോൾ സാമ്പ്രദായിക ശീലങ്ങളും രീതികളുമാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ജൻസികളുടെ സമരപരിപാടികൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പുതിയ കാഴ്ചയാണ് എന്ന് കരുതി ഈ സാമ്പ്രദായികതയുടെ കണ്ണിൽ നിന്ന് മാത്രം കണ്ടുകൊണ്ട് ഇതിനൊന്നും ഗൗരവമില്ല എന്ന് നിങ്ങൾ കണക്ക് കൂട്ടിയെങ്കിൽ കേന്ദ്ര സർക്കാരിന് പാളി എന്നുള്ളതാണ് ഇത്രയും ദിവസത്തെ ഈ പ്രക്ഷോഭം നമ്മോട് വിളിച്ചു പറയുന്നത്. ഇപ്പോൾ